നമസ്കാരം. ലോക്സഭയിൽ വനിതാ സംവരണം ഭേദഗതി ബില്ലിന്മേൽ നടന്ന ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെതിരെ കടന്നാക്രമിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേന്ദ്രം കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ ബില്ല് അല്ല എന്നും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാൻ സ്ത്രീകളെ സർക്കാർ മറയാക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നും ജമ്മു കാശ്മീരിലും അസമിലും പരീക്ഷിച്ച മണ്ഡല പുനർനിർണയ തന്ത്രം രാജ്യത്തുടനീളം വ്യാപിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ ലക്ഷ്യം നേടാൻ സർക്കാർ സ്ത്രീകളെ മറയാക്കുകയാണ്. OBC വിഭാഗത്തിന് അവകാശം നിഷേധിക്കുന്നത് സർക്കാരിന്റെ അജണ്ടയാണെന്നും ഭരണഘടനയ്ക്ക് മേൽ മനുവാദം അടിച്ചേൽപ്പിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ജാതി സെൻസസ് കണക്കുകൾ ലോക്സഭയിലും രാജ്യസഭയിലെയും പ്രാതിനിധ്യം തീരുമാനിക്കാൻ ഉപയോഗിക്കുമോ എന്നാണ് ചോദ്യം. ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം മാറ്റി വരയ്ക്കാനാണ് നോക്കുന്നത്. അസമിലും ജമ്മു കാശ്മീരിലും ഇതിനാണ് ശ്രമിച്ചത്. ഇത് രാജ്യവിരുദ്ധ നീക്കമാണ്. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പിന്നാക്ക ദളിത് വിഭാഗങ്ങളുടെ അവകാശം കവരുന്നതിനെ തടയും. ജുഡീഷ്യറിയിലും സ്വകാര്യ മേഖലയിലും OBC വിഭാഗം എവിടെയാണുള്ളത്? OBC ദളിത് വിഭാഗക്കാർക്ക് രാഷ്ട്രീയ അധികാരമില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനെതിരെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു രംഗത്തെത്തി. എന്തുകൊണ്ട് കോൺഗ്രസ് 60 കൊല്ലത്തിൽ OBCകൾക്ക് സംവരണം നൽകിയില്ലെന്ന് കിരൺ റിജിജു ചോദിച്ചു. OBC സംവരണത്തെ എന്തുകൊണ്ട് രാജീവ് ഗാന്ധി എതിർത്തുവെന്നും കിരൺ റിജിജു ചോദിച്ചു. അതിനിടെ മാജിക്കുകാരനും ബിസിനസ്സുകാരനും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാമെന്ന് രാഹുൽ പറഞ്ഞതോടെ മാജിക്കും ഭൂതവുമൊക്കെ പ്രസംഗത്തിൽ നിന്ന് ഒഴിവാക്കാൻ സ്പീക്കർ ഉപദേശിക്കുകയും ചെയ്തു. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന ശക്തിക്ക് പ്രധാനമന്ത്രിയുടെ എല്ലാ രഹസ്യവും അറിയാം. ഈ രഹസ്യം ഈ ശക്തി ഉപയോഗിക്കുകയാണെന്നും രാഹുൽ പറഞ്ഞു. ഇതോടെ രാഹുലിനെതിരെ സ്പീക്കർ വിമർശനം ഉന്നയിച്ചു. പാർലമെന്റ് മര്യാദ പാലിക്കണം എന്ന് സ്പീക്കർ പറഞ്ഞതോടെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഏറ്റുമുട്ടി. സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് വരുത്താൻ നരേന്ദ്രമോദി ശ്രമിക്കുന്നു. എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു എന്ന് നിങ്ങളുടെ ഊഹത്തിന് വിടുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഈ ബില്ലിനെ സ്ത്രീകളുടെ ബില്ലെന്ന് വിളിക്കാനാവില്ലെന്നും സ്ത്രീ ശാക്തീകരണവുമായി ഇതിന് ബന്ധമില്ല എന്നുമാണ് അദ്ദേഹം ആരോപിച്ചത്. രാജ്യത്തിന്റെ ഭൂപടം മാറ്റിവരയ്ക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തന്ത്രമാണിത്. ഇന്ത്യയിലെ സ്ത്രീകളെ മുൻനിർത്തി സർക്കാർ മണ്ഡല പുനർനിർണയത്തെ ഒളിച്ചുകടത്തുകയാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായി സ്ത്രീകളെ സർക്കാർ മറയായി ഉപയോഗിക്കുകയാണെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. ബിൽ കേവലം ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. ഇതിന് പിന്നിൽ OBC ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ അകറ്റി നിർത്താനുള്ള ഗൂഢാലോചനയുണ്ടെന്നും രാഹുൽ ആരോപിക്കുന്നുണ്ട്. BJP തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടുന്നുണ്ട്. വനിതാ സംവരണം നടപ്പിലാക്കാൻ സർക്കാർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ബില്ലിന് പകരം പഴയ ബിൽ ഉടൻ കൊണ്ടുവരണമെന്നും ഒരു നിമിഷം പോലും വൈകാതെ നടപ്പിലാക്കാൻ പ്രതിപക്ഷം തയ്യാറാണെന്നും അദ്ദേഹം സഭയിൽ പ്രഖ്യാപിച്ചു. ഇപ്പോൾ കൊണ്ടുവന്ന ബിൽ സ്ത്രീകളെ ഒരു മറയാക്കി ഉപയോഗിച്ച് ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന ഒന്നാണെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. പ്രസംഗത്തിനിടെ സഭയിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള വാക്പോരിനും ബഹളത്തിനും കാരണമായിട്ടുണ്ട്. പ്രസംഗത്തിനിടയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനെ സൂചിപ്പിച്ചുകൊണ്ട് ഒരു തമാശയും രാഹുൽ പങ്കുവച്ചു. പ്രധാനമന്ത്രിക്കും എനിക്കും ഭാര്യമാരില്ലാത്തതുകൊണ്ട് ആ ഒരു വശത്തു നിന്നുള്ള ഉപദേശങ്ങൾ കിട്ടാറില്ല. എങ്കിലും ഞങ്ങൾക്ക് അമ്മയും സഹോദരിമാരും ഉണ്ട് എന്ന രാഹുലിന്റെ പരാമർശം സഭയിൽ ചിരി പടർത്തി. കൂടാതെ കഴിഞ്ഞ 20 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ തനിക്ക് സാധിക്കാത്തൊരു കാര്യം തന്റെ സഹോദരി പ്രിയങ്ക ഗാന്ധി സാധിച്ചുവെന്നും അത് അമിത്ഷായെ ചിരിപ്പിക്കുക എന്നതായിരുന്നുവെന്നും കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തെ സൂചിപ്പിച്ചുകൊണ്ടും രാഹുൽ പറഞ്ഞു.